മോനും മോനെ പോലെ സ്നേഹിക്കുന്ന വേറൊരുത്തനുണ്ടല്ലോ. അവർക്കൊക്കെ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വന്നൂടെ? ഇതിന് മുൻപ് അമ്മായി ഇതുപോലെ ആരും കടയിലേക്കൊന്നും പറഞ്ഞു വിടാറില്ലായിരുന്നല്ലോ. ഇവിടുന്ന് ഒരു ലിസ്റ്റ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ കടക്കാർ സാധനങ്ങൾ ഇവിടെ എത്തിക്കുമായിരുന്നല്ലോ. ആ സിസ്റ്റമൊക്കെ മാറ്റി ഇനി പുറത്തു പോകുന്നതും ഈ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതും ഇവനായിരിക്കും. ആ സാധനങ്ങളൊക്കെ പാകപ്പെടുത്തി തരുന്നത് ഇവന്റെ അമ്മയും. എന്തിനാണോ ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? നിന്നെ നിന്റെ അമ്മ ഓർത്തിട്ട് എനിക്ക് സഹതാപമല്ല, ദേഷ്യ വരുന്നത്. നീ ആ സമയത്തെ നമ്മുടെ കുഞ്ഞിനെ പുറത്തൊന്ന് കൊണ്ടുപോയി ചുറ്റിയിട്ട് വന്നിരുന്നെങ്കിലേ എനിക്ക് സന്തോഷായനെ. അതിനു പകരം വേലക്കാരനായിട്ട് നടക്കുക. എന്നെ ശിക്ഷിക്കരുത് അമ്മായി. നിന്നെ ഇങ്ങനെയൊന്നും ശിക്ഷിച്ച പോരാ. ദേ കണ്ടില്ലേ, എതിരാളികളുമായിട്ട് കരാർ ഒപ്പിട്ട് വന്നിരിക്കുക. അനന്തപുരിയിലെ മരുമകൾ AM ജ്വല്ലറിയുടെ പരസ്യത്തിൽ നിന്ന് പല മീഡിയകളിലും വന്നു കഴിഞ്ഞു. പലരും അത് ആഘോഷിക്കുന്നുണ്ട്. ഒറ്റ നിമിഷം കൊണ്ട് അതിന്ന് അവളെ എനിക്ക് പിന്തിരിപ്പിക്കാം. അത് ചെയ്യാത്തത് നിന്നെയും നിന്റെ അമ്മയെ ഓർത്തിട്ടല്ല, അവളെ ഓർത്തിട്ടാ. അവൾ അഹങ്കാരത്തോടെ സംസാരിക്കുമ്പോഴും എന്റെ മരുമകളുടെ സ്വന്തം ചേച്ചി ആയതുകൊണ്ട് അവളുടെ കുഞ്ഞിന്റെയും ജീവിതം തകരരുതെന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാ നീയും നിന്റെ അമ്മയും രക്ഷപ്പെട്ടു നിൽക്കുന്നത്. ഇവിടെ ഇപ്പൊ അവന്തിക മോളും മാറിയിട്ടുണ്ട്. ഇനി എന്നാടാ നീയും നിന്നെ വളർത്തി വഷളാക്കി അവള് മാറുന്നത്? ഇനി അത് നടക്കില്ലമ്മേ. നടക്കണ്ട. പക്ഷേ ഈ വീട്ടിൽ ഇവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ പറയുന്നതെല്ലാം നീയൊക്കെ കേട്ടേ പറ്റൂ. വാലാട്ടി നിന്നോണ്ട് ഇതുകൊണ്ട് പോയി അടുക്കള വെക്ക. അവിടെ പറഞ്ഞൊക്കെ അമ്മ കേട്ടില്ലേ? എനിക്ക് പൊട്ടൊന്നുമില്ല കേൾക്കാതിരിക്കാനായിട്ട്. എല്ലാം കേട്ടു. അതിന്റെ ഇടയിലേക്ക് ആ കടയിലോട്ട് നവിയും കയറി വന്നു. അതോടെ എല്ലാം കുഴഞ്ഞു. എടാ, ഈ പോക്ക് പോയാലേ അവള് സത്യങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം ഉറപ്പാ. ഇനി അവളുടെ അടുത്തോട്ട് എങ്ങനെ പോകുന്ന ഞാൻ ആലോചിക്കുന്നത്. ചെല്ലടാ ചെല്ല്. എപ്പോഴായാലും പോയാലേ പറ്റൂ. ഇനി അവള് പറയുന്നത് കൂടി പോയി കേട്ടിട്ട് വാ. അതൊക്കെ കേൾക്കാനുള്ള ബാധ്യത നിനക്കുണ്ട്. ദേ, എന്നെ ഈ വീട്ടിലെ അടുക്കളക്കാരി ആക്കിയത് നീ ഒറ്റ ഒരുത്തനാണ്. വല്ലപ്പോഴും വരുന്നൊരു ജോലിക്കാരി ഉണ്ടായിരുന്നു. അവള് പോലും ഒരുത്തി പറഞ്ഞു വിട്ടു. ഉച്ചയാകുമ്പോ ഡൈനിങ് ടേബിളിന് ചുറ്റും വന്നിരിക്കുന്നതേ ഒന്നും രണ്ടും ആൾക്കാരല്ലല്ലോ, ഒരു പട തന്നെയുണ്ട്. നീ പുറത്തു പോയപ്പോ ഇത്തിരി കുഴമ്പൂടി വാങ്ങിച്ചോണ്ട് വരാതെ എന്താടാ? ദേ, കൈയും കാലും ഒക്കെ ഒടിഞ്ഞിരിക്കുക. തൽക്കാലം അമ്മ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ. നമുക്കുള്ള സാധനങ്ങളും പിന്നെ നിന്റെ അമ്മയും അനിയത്തെയും പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങാൻ വന്നതാണെന്നാണ് നീ പറഞ്ഞത്. എന്നിട്ട് അവസാനം എന്താണ് സംഭവിച്ചത്? നീ എന്താ ഈ വീട്ടിലെ ജോലിക്കാരനാണോ? നീ എന്തിനാ ഇത്രയും താഴ്ന്നു കൊടുക്കുന്നേ? അതിന് എന്താ ആവശ്യമുള്ളത്? ഇന്ന് എനിക്ക് ലക്ഷങ്ങൾ കൈവന്ന ദിവസം, ആ ദിവസം തന്നെ നീ ഇങ്ങനെ നാണക്കേട് ഉണ്ടാക്കി വെക്കേണ്ട കാര്യം എന്താ? അമ്മായി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലേ ഇപ്പൊ എനിക്ക് അതിനെ എതിർക്കാനുള്ള കഴിവില്ല. എന്തുകൊണ്ടില്ല? AM ജ്വല്ലറിയിലെ നിനക്കൊരു ജോലി സംഘടിപ്പിച്ചു തരാൻ ഇന്ന് എനിക്ക് പറ്റും. സാവകാശം ഞാനത് ചെയ്തിരിക്കും. പിന്നെ നീ എന്തിനാ ഇവിടെ ഉള്ളവരുടെ എല്ലാം കരുണ പിടിച്ചു പറ്റാൻ നോക്കുന്നേ? നാളെ നമ്മളോട് അനന്തപുരിയിലെ കാരണം അവരെ ഇറങ്ങി പോവാൻ പറഞ്ഞു കഴിഞ്ഞാലും നമുക്കിനി കുഴപ്പമൊന്നുമില്ല. അന്തസ്സായിട്ട് ജീവിക്കും. എന്റെ കുഞ്ഞിനെ തലയെടുപ്പുള്ള ഒരു അച്ഛനെയാണ് വേണ്ടത്, അല്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ താണു വണങ്ങി നിൽക്കുന്ന ഒരുത്തനെ അല്ല. സംഭവിച്ചു പോലെ നവിയെ, ഇനി അതങ്ങ് കള. അങ്ങനൊന്നും കളയാൻ പറ്റില്ല. നീ കുറച്ചുകൂടെ ബോൾഡ് ആവണം. ഇനി ഇപ്പൊ ഇവിടെയുള്ളവരാ ടെൻഷൻ അടിക്കാൻ പോകുന്നത്. AM ജ്വല്ലറിക്കാരെ ചെറിയ കക്ഷികളൊന്നും അല്ല. അവര് രണ്ടും കൽപ്പിച്ച് തന്നെയാ ഓരോ ജില്ലയിലും ഷോറൂം തുറന്നിരിക്കുന്നത്. നീ കാണുന്നില്ലേ ഇവിടെ ഇപ്പൊ നടക്കുന്ന ഡിസ്കഷൻസ് ഒക്കെ? മുറി അടച്ചിട്ട് നിന്റെ മുത്തശ്ശനും മാമമാരും പിന്നെ ജീനിയസ് ആണെന്ന് സ്വയം നടിച്ചു നടക്കുന്ന നിന്റെ ഏട്ടനും ഒക്കെ ചർച്ചയോട് ചർച്ചയാ. ഒന്നും നടക്കില്ല. നിന്റെ ഏട്ടന്റെ പ്രവൃത്തിക്കുള്ള മറുപടി ഉടനെ തന്നെ കിട്ടും. അതിന്റെ ഇടയ്ക്ക് നീ ഇങ്ങനെ ഇത്ര പാവമായി പോവല്ലേ? അമ്മായിയമ്മ അടുക്കള കിടന്ന് ജോലി ചെയ്യുന്നു, ഭർത്താവ് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ നടക്കുന്നു. ഇത്രയും പാവങ്ങളായിരുന്നോ നീ നിന്റെ അമ്മയൊക്കെ? എന്താ നിങ്ങൾക്കൊക്കെ പറ്റിയത്? കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. നമ്മളൊന്നും ഒരു പരസ്യ മോഡലും കൊടുക്കാത്ത എമൗണ്ട് കൊടുത്ത ഇപ്പൊ നവിയെ AM ജ്വല്ലറിക്കാര് അവരുടെ മോഡലാക്കിയിരിക്കുന്നത്. 2 വർഷത്തെ കരാർ സൈൻ ചെയ്ത് കഴിഞ്ഞു. ഇത്രയൊക്കെ ഡിമാൻഡ് ചെയ്ത് അവളെ വെക്കേണ്ട കാര്യമുണ്ട്. അവിടെയാണ് എന്തോ ചതി മറഞ്ഞിരിക്കുന്നുണ്ടെന്ന് അച്ഛൻ പറയുന്നത്. ഇതിപ്പോ മൂർത്തീസ് ജ്വല്ലറിയെ മാത്രമല്ല നമ്മുടെ കുടുംബത്തെയും തകർക്കുന്ന രീതിയിലാണ് എതിരാളികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ പിന്നിൽ അഭിയുടെ കൈ കാണുമോ സാർ? ഒന്നും അറിയില്ല. ജുവലറിക്കാര് വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അബിയെ പോലുള്ള ചതിയനെ അവര് കൂടെ കൂട്ടു, അല്ലെങ്കിൽ അവൻ പറയുന്നത് കേൾക്കൂ. നവ്യ അവരെ ഒരു കാരണം കൂടാതെ മോഡലാക്കിയതുകൊണ്ട് ഞാൻ അബിയെ സംശയിക്കുന്നത്. മൂർത്തീസ് ജ്വല്ലറിയിലെ സ്വർണം പോലെ പരിശുദ്ധമായിരുന്നു അനന്തപുരി തറവാടിന്റെ പാരമ്പര്യവും. എന്നാൽ അതിൽ വിള്ളലുണ്ടായത് ഈ സമയത്താ. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോഴും സമൂഹം വിശ്വസിക്കുന്നത് ചന്തമോള് നിന്റെ മോളാണെന്ന്. അതുമൂലം നീയാണ് അനക്ക എന്ന പെൺകുട്ടിയെ വഴിയാധാരമാക്കിയെന്ന് പലരും പറഞ്ഞു നടക്കുന്നുണ്ട്. അതൊക്കെ നമുക്കുണ്ടാക്കിയ ഡാമേജ് ഉണ്ടല്ലോ, അത് പുറമേ കാണുന്നതിനും അപ്പുറം. ഇപ്പൊ ചിലരെങ്കിലും മൂർത്തീസ് ജ്വല്ലറിയിലേക്ക് വരുമ്പോ നെറ്റി ചുളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളെ വെല്ലാൻ പണിക്കൂലി പോലും ഇല്ലാതെ ഒരു ജ്വല്ലറിക്കാർ രംഗപ്രവേശം ചെയ്യുമ്പോ അവരിലേക്ക് കസ്റ്റമേഴ്സ് കൂടുതൽ എത്തുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. നിനക്ക് ദുബായിലെ ജയിലിൽ കൂടി കിടക്കേണ്ടി വന്നിരുന്നെങ്കിൽ അതും നമ്മളെ നെഗറ്റീവായി ബാധിച്ചേനെ. ഒരുപാട് ഉയർച്ച താഴ്ചകൾ നമുക്കുണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ ഒരിക്കലും ആർക്കും പിന്നിൽ പോയിട്ടില്ല. നിന്റെ മുത്തച്ഛൻ മൂർത്തീസ് ജ്വല്ലറി നോക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ മുത്തച്ഛൻ ആ സമയം MD സ്ഥാനം ഉപേക്ഷിച്ചേനെ. എന്നിട്ട് കഴിവുള്ള കൈകളിലേക്ക് അധികാര കൈമാറ്റം നടത്തിയേനെ. അതെനിക്കറിയാം സാർ. AM ജ്വല്ലറിയുടെ ലക്ഷ്യം എന്താണെന്ന് അറിഞ്ഞേ പറ്റൂ. മുത്തശ്ശൻ പുറമേ ദേഷ്യവും വേദനയൊന്നും കാണിക്കുന്നില്ലെങ്കിലും മുത്തശ്ശന്റെ സംസാരത്തിൽ അത് അറിയാൻ പറ്റുന്നുണ്ട്. അനിയോട് ഞാൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു കുറച്ചുകൂടെ സീരിയസ് ആവാൻ. പിന്നെ ഞാനും അജയനും ഇപ്പോ നമ്മുടെ ജ്വല്ലറിയെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ ഓപ്പോസിറ്റ് ജ്വല്ലറിയെ നോക്കുന്നത്. അവര് നവ്യെ പോലും വിലക്കെടുത്തുകൊണ്ട് നമ്മളെ താറടിക്കാനും ബലഹീനപ്പെടുത്താനും എന്തിനാ ശ്രമിക്കുന്നതെന്ന് അറിഞ്ഞേ തീരൂ. അത് കണ്ടെത്തിയില്ലെങ്കിൽ അച്ഛൻ പറയുന്ന പോലെ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് നമുക്ക് ചിലപ്പോ അറിയാൻ പറ്റിയില്ലെന്ന് വരും. നമിക്ക് ഒരു വലിയ എമൗണ്ട് കൊടുത്ത് AM ജ്വല്ലറിയുടെ മോഡലാക്കിയത് അവിടെയുള്ളവരെ ഞെട്ടിച്ചിട്ടുണ്ടല്ലേ? അതെ, എല്ലാവർക്കും ഇത് ഷോക്കായി പോയി. ഞാൻ ഏട്ടത്തെ വിമർശിച്ച എല്ലാവരുടെ മുമ്പിൽ സംസാരിച്ചത്. അങ്ങനെ തന്നെ വേണം. അവിടെ ഡബിൾ ഗെയിമാണ് മോള് കളിക്കേണ്ടത്. ആർക്കും പിടികൊടുക്കാനും പാടില്ല. അത് ഞാൻ നന്നായി ചെയ്യുന്നുണ്ട് അച്ഛാ. എല്ലാവർക്കും ഇപ്പൊ എന്നെ വലിയ വിശ്വാസമാ. അനന്തപുരി തറവാട്ടിൽ നിന്ന്
അനന്തമൂർത്തി എന്നെ തലിയാണ് ഇറക്കി വിട്ടത്. അന്ന് മോളുടെ അമ്മയ്ക്ക് എന്നോടൊപ്പം വരാമായിരുന്നു. പക്ഷേ ആ സമയത്ത് അച്ഛൻ പാപ്പരൽ എനിക്കൊപ്പം വന്നാൽ സ്വന്തം നിലനിൽപ്പ് പ്രശ്നത്തിലാവുമെന്ന് കരുതിയിട്ടാ ജലജ എന്നോടൊപ്പം വരാതിരുന്നത്. അവളെന്നും അവളുടെ ലൈഫിനെ കുറിച്ച് മാത്രമേ ചിന്തിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ വരവ് ജലജയും അഭിയും അറിയണ്ട എന്ന്. അഭി ഡേവിഡുമായി കോണ്ടാക്ട് ചെയ്തോളൂ. അതിനു വേണ്ടുന്നൊരു മുഹൂർത്തം ഡേവിഡ് തന്നെ സൃഷ്ടിച്ചോളൂ. പക്ഷേ AN ജുവലറിയുടെ MD ഞാനാണെന്ന് എന്നെ വെറുക്കുന്ന ഒരാൾ പോലും അറിയാൻ പാടില്ല. ആ ലക്ഷ്യം നിറവേറുന്നത് വരെ മൂർത്തിയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് അയാളിപ്പം അന്വേഷണം തുടങ്ങിക്കാണും. AN ജുവലറിയുടെ വേരുകൾ കണ്ടെത്താൻ ആൾക്കാരെ വിട്ടും കാണും. കാരണം ഇവിടെ ബിസിനസ്സുകാർ തമ്മിലുള്ള മാന്യമായൊരു ഏറ്റുമുട്ടലല്ല നടക്കുന്നത്. അത് മറ്റാരെക്കാളും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അനന്തമൂർത്തിക്കാണ്. അത് അയാൾ നേരത്തെ അറിഞ്ഞു കാണും. അതുകൊണ്ടല്ലേ ദുബായിൽ ജയിലിൽ കിടക്കാതെ ആദർശ് രക്ഷപ്പെട്ടത്. മൂർത്തി മുത്തശ്ശന്റെ കഴിവും സ്വാധീനവും നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് അല്ലേ? സംശയമുണ്ട്. പക്ഷേ അയാൾ സ്ട്രെയിറ്റ് ആയിട്ടേ പോകത്തുള്ളൂ. വളഞ്ഞ വഴി അയാൾക്ക് അറിയില്ല. അയാളുടെ ക്വാളിറ്റി നമ്മൾ സമ്മതിച്ചേ പറ്റൂ. പക്ഷേ അയാൾ എന്നോട് കാണിച്ച നെറുകേടിന് മാപ്പില്ല മോൾ. ഒരു സമയത്ത് എനിക്ക് എന്റെ കുടുംബം നഷ്ടപ്പെട്ടു, എന്റെ ഭാര്യയും മക്കളെയും നഷ്ടപ്പെട്ടു. അതുപോലൊരു അവസ്ഥയിലേക്ക് അയാൾ മാറണം. അങ്ങേർക്കിപ്പോ വലിയൊരു രോഗമൊക്കെ ഉണ്ട്. ആ രോഗത്തിൽ നിന്നൊക്കെ അയാൾ റിക്കവറായി കഴിഞ്ഞു. അതൊക്കെ അപ്പം ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ മൂർത്തീസ് ജുവലറിയുടെ നട്ടല്ലേ ആദർശാണ്. ആദർശനെ പൂർണ്ണമായി തകർക്കണം. അതിനുള്ള അവസരം ഈ അച്ഛൻ ഒരുക്കുമ്പോൾ ആദർശ് തകർന്നാൽ മൂർത്തിയും തകരും. മൂർത്തീസ് ജുവലറിയുടെ മാത്രമല്ല അനന്തമൂർത്തിയുടെയും സ്പന്ദനമാണ് ആദർശ്. അതുകൊണ്ട് രണ്ട് കണ്ണുകൾ എപ്പോഴും അവന്റെ പിന്നാലെ ഉണ്ട്. അവൻ പോലും അറിയാതെ. ഈ ടെൻഷന്റെ ഇടയില അവന്റെ കോൾ വരുന്നത്. എടുക്കാതിരുന്ന അതും പണിയാവും. ആ പറയടാ. എന്തോ നാടാ ഇത്? എന്തൊക്കെയാടാ? എന്ത് പറ്റിയെന്നോ? എടാ നിന്നോട് ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടേ ഇതുവരെ അതിന് നീ ഉത്തരം തന്നില്ലല്ലോ. എടാ ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലായിരുന്നോ? ഇവിടെ മൊത്തം ടെൻഷനിലാടാ. ഞങ്ങളിപ്പോ ചെറിയ തോതില് ഡ്രോപ്പ് ആയിട്ടുണ്ട്. എല്ലാരും ഇപ്പൊ പാനിക്കാ. അതെനിക്കറിയാം. ഞാനും മൂർത്തീസ് ഓഫ് കമ്പനീസിന്റെ ഷെയർ വാങ്ങിയിട്ടുണ്ടല്ലോ. 10,000 ഷെയർ എനിക്കുണ്ട്. ഇപ്പൊ ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. മുത്തശ്ശൻ വലിയ വിഷമത്തിലാടാ. അതുകൊണ്ട് മറ്റൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അറിയാ, എങ്കിലും നീ സമയം കിട്ടുമ്പോ എന്റെ കാര്യം ഒന്ന് പരിഗണിക്കണേ. നീ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? പിന്നെ എനിക്ക് ഇങ്ങോട്ട് പോകാനൊന്നും പറ്റിയതുമില്ല. അവള് നന്നായിട്ട് നടക്കാൻ തുടങ്ങിയില്ലല്ലോ. ഞാൻ എന്തായാലും നിന്നെ വിളിച്ചോളാം. ശരിടാ. മോനെ എന്താടാ ആലോചിച്ചിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല അച്ഛാ. എടാ മറ്റു ചിന്തകളൊക്കെ വിട്ടേക്ക്. കുറെ കൂടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ട സമയം അത്. ആദർശ് ഇപ്പോ ഓവർ ടെൻഷനില്ല. അറിയാച്ചാ, ആദർശേട്ടൻ മാത്രമല്ലല്ലോ, മുത്തച്ഛനും അച്ഛനും വല്യച്ഛനും എല്ലാരും ടെൻഷനല്ലേ. നീ ജനിച്ച് 10-20 വയസ്സ് വരെ കണ്ട മുത്തശ്ശനല്ല ഇപ്പോഴത്തെ മുത്തശ്ശൻ. ആ പഴയ മുത്തശ്ശനായിരുന്നെങ്കിൽ അവയൊക്കെ എന്നേ ഈ വീട്ടിൽ നിന്ന് പുറത്തായനെ. അവന്റെ അച്ഛനോട് പോലും ദയാദാക്ഷിണ്യം കാണിച്ചിട്ടില്ല. അതൊക്കെ എനിക്ക് അറിയാച്ചാ. ഇപ്പോൾ ഉള്ള ടെൻഷൻ ആദർശേട്ടനെ ഓർത്തിട്ടാ. നമ്മുടെ ഷെയർസ് എല്ലാം ഇപ്പൊ നല്ല ഡൗണിലാ. അത് ആദർശേട്ടനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. എടാ എന്നും ആർക്കും ഒരേപോലെ നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാ ഇവിടെ അച്ഛൻ പറയുന്ന പോലെ നമ്മളെ തകർക്കാൻ ഇവിടെ ആരോ മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ട്. അച്ഛാ അതിന് അമ്മയുടെ ബുദ്ധിയാണോന്നാ എന്റെ സംശയം. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഏടത്തിയെ AN ജ്വല്ലറിയുടെ മോഡലാക്കിയത്. നമ്മുടെ പല ഇൻവെസ്റ്റേഴ്സും AN ജ്വല്ലറിയുടെ ഷെയറാ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരേ വീട്ടിൽ തന്നെ രണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരിക്കുക. നമ്മൾ നമ്മുടെ ജ്വല്ലറിക്ക് വേണ്ടി രാപ്പകലില്ലാതെ ഓടിക്കൊണ്ടിരിക്കുമ്പോ എതിരാളികൾക്ക് വേണ്ടി പണിയെടുക്കാനും ഇവിടെ മറ്റു ചിലര്. നമ്മുടെ കുടുംബം ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാ മോനെ. അതിന്റെ കൂടെ മുത്തശ്ശന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും അതൊന്നും തകരാൻ പാടില്ല. എടാ നീ നിന്റെ കഴിവിന്റെ പരമാവധി ആദർശനെ സഹായിക്കണം. ഞാനും ചേട്ടനും ഒക്കെ അതിനു വേണ്ടിയുള്ള ഓട്ടത്തില്. മുമ്പ് ഇതൊക്കെ പുറത്തു കൊടുത്ത് വാഷ് ചെയ്യിപ്പിച്ചിരുന്നതല്ലേ? ഇപ്പൊ മനഃപൂർവ്വം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുവോ? ഉണങ്ങിയ തുണി കുറച്ച് കൊണ്ടിട്ടുണ്ട് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണല്ലോ നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട അമ്മേ. സഹികെട്ടായാലും നമ്മൾ എന്തെങ്കിലും ചെയ്യണം. എന്നിട്ട് സത്യങ്ങളെല്ലാം നവ്യ അറിയിക്കണം. അതിനു വേണ്ടിയിട്ട് അവരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ. ഇനി നവ്യ ഒരു കാരണവശാലും പടക്കാൻ പാടില്ലമ്മേ. അവളിപ്പോ പണം കായ്ക്കുന്നൊരു മരവാ. എഗ്രിമെന്റ് സൈൻ ചെയ്തപ്പോ തന്നെ ആഡംബരമായിട്ട് ജീവിക്കാനുള്ള ഒരു തുക അവർക്ക് കിട്ടി. വേണമെങ്കിൽ 10 സെന്റ് ഭൂമിയും വാങ്ങാം. അതിനൊന്നും വെറുതെ നീ ശ്രമിക്കരുതേ. എടാ വേറെ ഭൂമി വാങ്ങി നീ വീട് വെച്ചു കഴിഞ്ഞാ നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. നിന്റെ മോൻ ഇവിടെ ഉള്ളതാ ആകെയുള്ളൊരു പിടിവള്ളി. നിന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ അനന്തപത്മന അവന് വലിയ ഇഷ്ടമാണ്. എന്നാലും ആ ചന്തുമോൾക്ക് കൊടുക്കുന്ന സ്നേഹമൊന്നും എന്റെ മോൻ ആരും കൊടുക്കാറില്ല. അപ്പൊ ചന്തുമോൾ ആരുടെ കുഞ്ഞാടാ? രണ്ടും നിന്റെ കുഞ്ഞുങ്ങൾ തന്നെയാ. അല്ലാന്ന് നീ പറഞ്ഞാലും അത് നിനക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? അവളുടെ കാര്യം എങ്ങനെയുണ്ട്? ചന്തുമോളുടെ അമ്മയുടെ ഒന്നും അറിയില്ലമ്മേ. അവളുടെ അസുഖം മാറിയാ ചിലപ്പോ ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്നെന്നിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാ നീ എന്ത് ചെയ്യടാ? അതിനു മുമ്പ് ഞാൻ അവളെ എന്തെങ്കിലും ചെയ്യുമേ? നിന്നെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ല. സ്വർണം കിടത്തിയതിന്റെ പേരിൽ ജയിലിൽ കിടത്തിയതല്ലേ? ഇനി ഒന്നുകൂടെ കിടക്കാൻ നോക്കണ്ട. തുണിയൊക്കെ വിരിച്ചത് മതി. ചെല്ല്, അവള് പറഞ്ഞതുപോലെ അയൺ ചെയ്ത് കൊടുക്ക്. അമ്മായിയുടെ സാരി വരെ അയൺ ചെയ്യാൻ കൊണ്ടിട്ടിട്ടുണ്ട്. അതല്ലടാ പറഞ്ഞേ പോയി ചെയ്തു കൊടുക്കാൻ. ഇത് വല്ലാത്തൊരു കുരുക്കായല്ലോ. അപ്പൊ എന്റെ അവസ്ഥയോ? നീ കാരണമാണ് എനിക്കിപ്പോ നിന്ന് തിരിയാൻ സമയമില്ലാത്തത്. ഒരു ജോലിക്കാരിയെ വെച്ചാ 10,000-2,000 ഡെയിലി കൊടുക്കണം. ഇത്രയും ജോലി ചെയ്യണമെങ്കിൽ പിന്നെ മുറിയൊക്കെ അടിച്ചു വൃത്തിയാക്കാൻ പറയുമ്പോഴേ എന്നെയും കൂടെ ഒന്ന് സഹായിക്കണം കേട്ടോ. നവിയുടെ മുന്നിൽ വെച്ച് അതൊന്നും ചെയ്യാൻ പറ്റില്ലമ്മേ. എടാ അവളുടെ മുന്നിൽ വെച്ച് ഇവിടെ ഉള്ളവളുമാരെ നമ്മളോട് ഇതൊക്കെ ചെയ്യാൻ പറയൂ. അവസാനം ഇതെല്ലാം കൂടി ഒരു ദിവസം പുകഞ്ഞു പൊട്ടുവിടാം. ഞാൻ എനിക്ക് വയ്യാന്നൊക്കെ പറയും. അതുകൊണ്ട് നിന്റെ അമ്മായി അവളോട് സത്യവും പറയും. അതുവരെ എനിക്ക് കഷ്ടപ്പാടുള്ളൂ. അയ്യോ ചതിക്കില്ലമ്മേ. അപ്പൊ നീ എന്നെ ചതിക്കുന്നതോ? അതും കൊടും ചതികള്. എടാ നിനക്ക് വേണ്ടി എന്തെല്ലാം തെറ്റുകൾ ഞാൻ ചെയ്തിരിക്കുന്നതാ. എന്നിട്ട് അവസാനം അമ്മയ്ക്ക് ഇങ്ങനെ ഒരു വിധി നീ തന്നല്ലോ.